മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. മാതൃഭൂമിയിൽ വന്നൊരു വാർത്തയാണ്, വളരെ രസകരമായിട്ട് തോന്നി. മദ്യവിൽപ്പനയിൽ 30.34% ഇടിവ്. എന്നോട് ധാരാളം വ്യക്തികൾ പറയാറുണ്ട്, ഈ മദ്യത്തെക്കുറിച്ച് നിരന്തരം ക്ലാസ് എടുക്കണം. കേരളം ഇന്ന് മദ്യത്തിൻ്റെ വലിയൊരു വലയിൽപ്പെട്ടിരിക്കുകയാണെന്നൊക്കെ പറയാറുണ്ട്. ഞാൻ വായിക്കാം. ദേശീയ സംസ്ഥാന പാതയോരങ്ങളിലെ മദ്യശാലകൾ പൂട്ടിയതിനു ശേഷം സംസ്ഥാനത്തെ മദ്യവിൽപ്പനയിൽ 30.34% കുറവുണ്ടായി. ബീവറേജസ് കോർപ്പറേഷൻ പ്രസിദ്ധീകരിച്ച കണക്കുകൾ പ്രകാരം വിദേശ മദ്യത്തിൻ്റെ വിൽപ്പനയിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 7% കുറവാണുള്ളത്. 12,63,709 ലിറ്റർ വരുമിത്. ബിയർ വിൽപ്പനയിൽ 81,40,711 ലിറ്റർ കുറവുണ്ടായി. വൈൻ വിൽപ്പനയിൽ 44,142 ലിറ്ററിന്റെ കുറവുണ്ടായി. ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ് ഇൻഫർമേഷൻ സെന്റർ ആണ് ഇതു സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടത്. ബീവറേജസ് കോർപ്പറേഷൻ പ്രസിദ്ധീകരിച്ച കണക്കുകൾ പ്രകാരമാണ് പഠനം നടന്നത്. മദ്യവിൽപ്പന കുറയ്ക്കാൻ സഹായകമാണ് സുപ്രീം കോടതി വിധിയെന്ന് സംഘടനാ ഡയറക്ടർ ജോൺസൺ ഇടയാറന്മുള പറഞ്ഞു. ശരിക്ക് വളരെ കാര്യമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ലെങ്കിൽ പോലും പാതയോരങ്ങളിലൂടെ പോകുന്ന വേളയിൽ കാറിലെ ഡ്രൈവറും 3-4 യാത്രക്കാരും ഉണ്ടെങ്കിൽ റോഡ് സൈഡിൽ നിർത്തിയിട്ട് ലിക്കർ ബോട്ടിൽ വാങ്ങിച്ച് അകത്ത് കയറി വണ്ടിക്കകത്ത് കുടിച്ചു പോകുന്ന ഒരവസ്ഥയ്ക്ക് തടസ്സം വന്നത് റോഡ് സൈഡിൽ ലിക്കർ ഷോപ്പില്ല, കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ചെറിയൊരു അസൗകര്യം വരുത്തിയാൽ പോലും, സൗകര്യത്തിന് കുറവ് വരുത്തിയാൽ പോലും മദ്യവിൽപ്പന കുറയും. ഈ മദ്യമില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയല്ല, കിട്ടിയില്ലെങ്കിൽ വേണ്ട, കിട്ടിയില്ലെങ്കിൽ വേണ്ട എന്ന അവസ്ഥയാണ്. തമിഴ്നാട്ടിലെ പ്ലാസ്റ്റിക് ശക്തമായിട്ട് നിരോധിച്ചു. അതുകൊണ്ട് വളരെയധികം പ്രശ്നങ്ങൾ കുറഞ്ഞു. ട്രെയിനിൽ പ്ലാസ്റ്റിക് കാര്യമായിട്ട് നിരോധിച്ചു. അപ്പോൾ ട്രെയിൻ ട്രാക്കിൻ്റെ 2 സൈഡിൽ പ്ലാസ്റ്റിക്കിൻ്റെതായിട്ടുള്ള ശല്യം കുറഞ്ഞു. പൂർണ്ണമായിട്ട് നിരോധിച്ചിട്ടില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു കടയിലും പ്ലാസ്റ്റിക് കവറ് ഒരു പ്രത്യേക മൈക്രോണിൽ കുറവോ കൂടുതലോ ഉള്ളത് ഉപയോഗിക്കരുതെന്ന് വന്നു. അപ്പോൾ കടകളിലെല്ലാം ജൂട്ടിൻ്റെയും തുണിയുടെയും സഞ്ചികളായി. അതുപോലെ തന്നെ പെസ്റ്റിസൈഡ് ഉപയോഗിക്കരുതെന്ന് കർശന നടപടി വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന ലൈറ്റ് പെസ്റ്റിസൈഡ് കീടനാശിനിയെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന കർശന നിയമം വന്നാൽ കുറേയെല്ലാം കീടനാശിനികളുടെ ഉപയോഗത്തിൽ കുറവ് വരുത്താൻ സാധിക്കും. നമ്മുടെ നാട്ടിൽ സിഗരറ്റ് റോഡ് സൈഡിലിരുന്ന് വലിക്കരുതെന്ന നിർബന്ധം, കർശന നടപടി വന്നപ്പോൾ സിഗരറ്റ് വിൽപ്പന ഏതാണ്ട് 1% കുറഞ്ഞു. 100-ൽ നിന്ന് 1-ലേക്ക് 2-ലേക്ക് കുറഞ്ഞു. വിലയും അങ്ങോട്ട് കറണ്ടവാനം കൂടി. അപ്പോൾ പ്ലാസ്റ്റിക് വേണ്ടെന്ന് വെപ്പിക്കാൻ സാധിച്ചു, സിഗരറ്റ് വേണ്ടെന്ന് വെപ്പിക്കാൻ സാധിച്ചു, മദ്യം കുറപ്പിക്കാൻ സാധിച്ചു, റോഡ് സൈഡിൽ മൂത്രം ഒഴിക്കുന്നത് കുറേയധികം കുറപ്പിക്കാൻ സാധിച്ചു, റോഡ് സൈഡിൽ വിസർജിക്കുന്നത് കുറേയധികം നിയമം മൂലം കുറപ്പിക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ കുറേയധികം കാര്യങ്ങൾ വേണ്ടെന്ന് വെപ്പിക്കാൻ ശ്രമിച്ചാൽ വിജയിക്കുമെന്നുള്ളതിന് തെളിവാണ് ഇതെല്ലാം. ഹെൽമറ്റിനെതിരെ ഞാൻ ഹെൽമറ്റിനോട് യോജിക്കുന്നില്ല. അത് തലയിൽ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, തല പോയാലും കുഴപ്പമില്ലെന്ന് തോന്നുന്ന വിധത്തിലുള്ള ദുഃഖങ്ങളാണ്. എന്നാലും നിയമം കർക്കശമായപ്പോൾ ഹെൽമറ്റ് വെച്ചേ മതിയാവൂ എന്ന ലെവലിലേക്ക് എത്താൻ സാധിച്ചു. കാറിൽ യാത്ര ചെയ്യുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും ബെൽറ്റ് വേണമെന്നുള്ള നിയമം വന്നപ്പോൾ എല്ലാവരും ബെൽറ്റ് ഇടാൻ തുടങ്ങി. അമിത വേഗത്തിൽ പോയാൽ പിടിക്കപ്പെടുമെന്നുള്ളത് ഉറപ്പായിരുന്നു. മദ്യപിച്ച് വണ്ടി ഓടിച്ചാൽ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായി. എല്ലാത്തിനും നിയമം കർക്കശമാക്കുമ്പോൾ നമുക്ക് എന്തെല്ലാമാണോ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കുന്നത്, അത് രാഷ്ട്രത്തിൻ്റെയും സമൂഹത്തിൻ്റെയും വ്യക്തിയുടെയും ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങളുടെ പോലും നന്മയ്ക്ക് വേണ്ടി നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും നിയമപ്രകാരം എന്നുള്ളതിൻ്റെ തെളിവുകളാണിതെല്ലാം. ഇനി രാഷ്ട്രീയക്കാർ കൂടി കൊല്ലാനും ചാവാനും പോകുന്നത് ഒന്ന് വകതിരിവോടുകൂടി തിരിച്ചറിഞ്ഞാൽ അത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതിനൊരൊറ്റ കാര്യം മതി. കൊല്ലാനും ചാവാനും
നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ മുകളിലുള്ളവര്, നേതാക്കന്മാര്, അവരുടെ മക്കളെ എവിടെയാ പഠിപ്പിച്ചത്, അവരുടെ മക്കൾ ഇപ്പം എങ്ങനെ ജീവിക്കുന്നു, അവരുടെ മക്കള് ഇതുമാതിരിയുള്ള സമരത്തിനും കൊല്ലാനും ചാവാനും വരുന്നുണ്ടോ, അതുപോലെ തന്നെ അവരുടെ മക്കള് ഇതുമാതിരിയുള്ള അനാഥപ്രേതം മാതിരി അലഞ്ഞു തിരിയുന്ന ട്രേഡ് യൂണിയനിലെ നേതാക്കന്മാർ, വർക്കേഴ്സിനെ പോലെ നരകയാതന അനുഭവിക്കുന്നുണ്ടോ, കൂലി പട്ടാളക്കാരെ പോലെ, ചാവേറുകളെ പോലെ തല്ലാനും കൊല്ലാനും അമ്പലങ്ങളിൽ കൊടിവെക്കാനും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അടങ്ങുന്ന ചില പാർട്ടിയുടെ വ്യക്തികൾ വരികയും അവരുടെ പള്ളിയിലും അവരുടെ മോസ്കിലും ഒന്നും അതിനെ അനുവദിക്കാതിരിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ ഇതൊക്കെ നിർദ്ദേശിക്കുന്ന മുകളിലുള്ളവരുടെ മക്കളും അവരുടെ കുടുംബാംഗങ്ങളൊക്കെ ഏത് തരത്തിലുള്ള വീടുകളിലാണ് താമസിക്കുന്നത്, അവരുടെ മക്കളൊക്കെ ഏത് മൾട്ടിനാഷണൽ കമ്പനിയിലാണ് പ്രവർത്തിക്കുന്നത്, അവർക്കൊക്കെ ഒരു മാസം എത്ര ശമ്പളം കിട്ടുന്നുണ്ട്, അവരുടെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ എവിടെയാണ് ജീവിക്കുന്നത്, എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് കൂടി യൂട്യൂബിലൂടെയോ വീഡിയോയിലൂടെയോ കാണാൻ ഫേസ്ബുക്കിലൊന്ന് ശ്രമിച്ചാൽ നിങ്ങൾ ചാവാനും കൊല്ലാനും പോവില്ല മക്കളെ എന്ന് പറയേണ്ടി വരും നമുക്ക്. അപ്പോൾ പ്ലാസ്റ്റിക് നിരോധിക്കാമെങ്കിൽ, മദ്യത്തിൻ്റെ അളവ് കുറയ്ക്കാമെങ്കിൽ, സിഗരറ്റ് വലി നിരോധിക്കാമെങ്കിൽ, കീടനാശിനിയുടെ അളവ് കുറയ്ക്കാമെങ്കിൽ, മരുന്നുകൾ കുറെ നിരോധിക്കാമെങ്കിൽ, അതുപോലെ തന്നെ ബെൽറ്റ് ഇട്ട് കാർ ഓടിപ്പിക്കാമെങ്കിൽ, മദ്യപിച്ച് ഓടിച്ചാൽ അതിശക്തമായിട്ടുള്ള ശിക്ഷയും ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ചെയ്യപ്പെടുകയും ചെയ്യുന്ന ലെവലിലേക്ക് വരുമെന്ന് അറിയിപ്പിക്കാമെങ്കിൽ ഈ കൊല്ലലും ചാവലും കൂടി നമുക്കൊന്ന് കുറയ്ക്കാൻ സാധിക്കില്ലേ? ഏതായാലും പല വിഷയങ്ങളും ഒരുമിച്ച് ചേർത്ത് പറഞ്ഞത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട സമയമായി. കേരളത്തിന് പുറത്ത് ഇതുമാതിരിയുള്ളത് ഒന്നും ഇല്ലെന്ന് കൂടി ഓർമ്മിക്കാം. എതിർചേരിയിൽ നിൽക്കുന്നവര് സ്ഥിരമായിട്ട് എതിർചേരിയിൽ നിന്നവരാണെങ്കിലും ഈ ചേരിയിൽ നിന്ന് അങ്ങോട്ട് പോയവരാണെങ്കിലും മറ്റുള്ളവരെ കുറിച്ച് അസഹിഷ്ണുത പറയുന്നവർ തന്നെയാണ് എതിർചേരിയിലുള്ളവരെ അടിക്കാനും കൊല്ലാനും ചാവാനും അസഹിഷ്ണുതയോടുകൂടി അവരുടെ വീക്ഷണങ്ങൾ എതിർക്കാനും അടിച്ചമർത്താനും ശ്രമിക്കുന്നത്. അസഹിഷ്ണുതയെക്കുറിച്ച് ഉറക്കെ പറയുകയും അത് മാത്രം ജീവിതത്തിൽ വെച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്ന ബുദ്ധിജീവികളും രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാം ഉണ്ട്. എൻ്റെ പാർട്ടി മാത്രം ശരി, എൻ്റെ നേതാവ് മാത്രം ശരി. ഏതായാലും അടിമുടി ഇളക്കം വന്നിട്ടുണ്ട്. ആര് ഇലക്ഷനിൽ ജയിക്കുന്നു തോൽക്കുന്നു എന്നുള്ളതല്ല, ജനങ്ങളുടെ മനസ്സിലേക്ക് എന്ത് പോകുന്നു എന്ത് പോകുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് നോക്കുമ്പോൾ എല്ലാവരും പുനർവിചിന്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കാലം നിലനിർത്തേണ്ടതിനെ നിലനിർത്തും, അല്ലാത്തതിനെ കാലം അടിച്ചു തെറിപ്പിക്കും. അത് മദ്യമായാലും സിഗരറ്റായാലും നിയമലംഘനമായാലും കൊല്ലലും ചാവലുമാണെങ്കിലും ശരി, കാലം നിലനിർത്തേണ്ടതിനെ നിലനിർത്തും, അല്ലാത്തവ പാർട്ടിയെയും അല്ലാത്ത നേതാക്കന്മാരെയും അല്ലാത്ത വീക്ഷണത്തെയും എല്ലാം അടിച്ചു തെറിപ്പിക്കുമെന്നുള്ളത് കൂടി ഓർമ്മിക്കാൻ സാധിച്ചാൽ ധന്യമായിരുന്നു. പ്രണാമം, നമസ്കാരം.